എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? അതാ വരുന്നു കേരളത്തിന്റെ പുതിയ സാമൂഹ്യ പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ എന്നൊക്കെ വാഴ്ത്തുക്കൾ മുഴങ്ങിയ ഒരു കാവട്യ കാലമാണ്. 4 വോട്ടുകൾക്ക് നിലപാട് മാറ്റമില്ല എന്നൊക്കെ ആ പുത്തരിക്കണ്ടത്തെ കോൾമയിർ കോരിത്തരിപ്പ്, ആ നിലപാടൊക്കെ വിഴുങ്ങി യു ടേൺ തിരിഞ്ഞ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നവോത്ഥാന മതിലിന് നെഞ്ചത്തൊരു റീത്തും വെച്ച് വീട് കയറി പറഞ്ഞ സമസ്താപരാധം തുടർച്ചയിൽ വെള്ളാപ്പള്ളിയുടെ കയ്യും പിടിച്ച് നടത്തിയ അയ്യപ്പ സംഗമം പൊളിക്കാനുള്ള ഗൂഢനീക്കം, മാധ്യമ അജണ്ട തുടങ്ങിയ ബ്രഹ്മാണ്ഡ മണ്ടൻ ക്യാപ്സൂളുകൾ ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ. മന്ത്രി വി എൻ വാസവനടക്കം ഇപ്പോൾ ആരും അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. കാരണം എടുക്കുമ്പോഴൊന്ന് തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 100 എന്ന മട്ടിലാണ്. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്തൊരു കാട്ടുകൊള്ള, ഒരു ന്യായവാദവും ചാപ്പയടിയും വർക്കൗട്ട് ആവാത്തവണ്ണം കോടതി കയ്യോടെ പിടിക്കുന്ന ജാള്യത്തിലാണ് ആ ക്യാപ്സൂൾ മറവി. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. എന്തോ ഒരു ചെറിയ സാങ്കേതിക പിഴവൊന്നും 19-ലുണ്ടായ ക്രമക്കേടിൽ ഞാനെന്ത് പിഴച്ചു, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, അതൊരു ശരിയായ പണിയല്ല എന്ന PS പ്രശാന്തിന്റെ നിഷ്കളങ്കതാ പാവത്വം 4ആയി മടക്കി 8ാമത്തെ ഇടക്കാല ഉത്തരവിൽ മർമ്മത്തടി ദേവസ്വം ബോർഡിന് മാത്രമല്ലത് സർക്കാരിനാണ്. സന്തോഷായി, നല്ല സന്തോഷം. അയ്യപ്പ സംഗമത്തിന് തൊട്ടു മുന്നേ രായ്ക്കുരാമാനം നടത്തിയ പണി അറ്റകുറ്റപ്പണി അല്ലാതെ 6 വർഷം മുൻപുണ്ടായ ഓർഗനൈസ്ഡ് ലൂട്ട്, ഒരു ശാസ്ത്രീയക്കുള്ള ആരും അറിയാതിരിക്കാൻ അണ്ടർ കാർപ്പറ്റിൽ അട്ടിവെക്കാനുള്ള നീചപ്പണി എന്ന ബലപ്പെട്ട സംശയം പ്രതിപക്ഷത്തിനല്ല, മാധ്യമങ്ങൾക്കല്ല സാറേ, സാക്ഷാൽ കോടതിക്കാണ്. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. 19-ൽ പത്മകുമാറും 25-ൽ പ്രശാന്തും അതേ കള്ളപ്പോറ്റയ്ക്ക് വേണ്ടി പരവതാനി വിരിച്ചെങ്കിൽ ഉഡായിപ്പ് ഉത്തരവുകൾ ഒന്നിനു പിന്നാൽ ഒന്നായി ഇറങ്ങിയെങ്കിൽ ഇരുവർക്കും മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു അതീത ശക്തിയ ഹീസ്റ്റിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണ്? പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാരനാണ് ഈ പറയുന്ന പോറ്റിയും മുരാരിയും ഒക്കെ ഗപ്പി കണക്കിന് ചെറിയ മീനുകൾ, വെട്ടിത്തീറ്റയുടെ വമ്പൻ സ്രാവുകൾ, പ്ലണ്ടർ മാഫിയ സംഘം കാണാമറയത്തുണ്ട്. എന്റെ അയ്യപ്പന്റെ സ്വർണം കെട്ടവർ ഏത് കൊമ്പത്തെ തമ്പ്രാനെങ്കിലും തൂക്കിവാരി അകത്തിറാൻ ആർജവം കാണിക്കണം SIT. നീ എല്ലാം ജയിലിലോട്ട് വന്നേക്ക്. നിന്റെ എല്ലാം ഭാര്യയെല്ലാം ഓരോന്നായിട്ട് വരും, എന്നിട്ട് ജയിലിന് അഴിയിടും. സീസറിന്റെ ഭാര്യ എന്നൊരു പരോക്ഷ വിമർശനത്തിൽ മാണിവേട്ടക്കിറങ്ങിയ പാർട്ടി ആർത്തി മൂത്ത ഈ കള്ളക്കൂട്ടത്തിന് കഞ്ഞിവെച്ചു കൊടുത്തുവെന്ന സംശയത്തിൽ നാറ് നിൽക്കുന്ന ബോർഡിനെ ചവിട്ടി പുറത്താക്കാൻ പറയണം. നാണങ്ക തള്ളിപ്പിടിച്ചിരിക്കാതെ രാജിവെച്ചിറങ്ങി പോകണം മിസ്റ്റർ PS പ്രശാന്ത്. സർക്കാർ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ മുരാരി ബാബു എന്ന് പറഞ്ഞ ഒരുത്തനെ ഇപ്പൊ പിടിച്ചിട്ടുണ്ട്. മുരാരിയൊക്കെ ചെറിയ മീനാന്നേ. ഇപ്പോൾ ഞാനിരിക്കുന്ന ഏറ്റുമാൻ ക്ഷേത്രത്തിൽ മുരാരിയും പോറ്റിയും ഒക്കെ ചെറിയ മീനുകളാ. മുരാരിയും പോറ്റിയും അവിടെ നിൽക്കട്ടെ, എന്റെ ചോദ്യം അതല്ല. ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. എന്റെ ചോദ്യം കോടതി പറയുകയാണ്. കോടതി പറയുന്നു 19-ൽ നടന്ന ഈ മഹാ ഉഡായിപ്പിന്, ഒരുപക്ഷെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ കണ്ട സന്നിധാനം കണ്ട ഏറ്റവും വലിയ നീചമായ പണിക്ക് 2025-ൽ ഇതേ ദേവസ്വം ബോർഡ് കഞ്ഞിവെച്ചു എന്ന് സംശയിക്കണം എന്ന് കോടതി പറഞ്ഞാൽ പ്രശാന്ത് ആ നിമിഷം രാജിവെച്ചിറങ്ങി പോണ്ടേ? അഭിമാനം. ഇത് അറിഞ്ഞപ്പോ തുടങ്ങിയ കൈത്തരപ്പായിരിക്കും. പ്രശാന്ത് അല്ല, ഞാൻ നിൽക്കട്ടെ. ഇത് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് SIT. വളരെ സുസ്ഥിരമായിട്ടുള്ള രീതിയിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ വളരെ വളരെ ടാലന്റ് ഉള്ള ഉദ്യോഗസ്ഥന്മാർ, വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കാൻ തന്നെ നമ്മളൊരു വിധി എഴുതേണ്ട കാര്യമില്ല. കോടതി പറഞ്ഞ വിധിയാ. ബഹുമാനപ്പെട്ട പ്രശാന്ത്, ഇല്ല റെജി ലൂക്കോസ്, ഇവിടെ ഇപ്പോൾ ഭരിക്കുന്ന ഒരു ദേവസ്വം ബോർഡിനെ കോടതി ഉത്തരവിൽ സംശയത്തിന് നിർത്തുമെന്ന് കരുതാവോ? ഇടക്കാല ഉത്തരവ് അടച്ചിട്ട് എന്താണ് തുടരന്വേഷണ റിപ്പോർട്ട് അടച്ചിട്ട മുറിയിൽ കോടതി പരിശോധിച്ചു. കോടതിയുടെ ഞെട്ടലാണ് ആ ഉത്തരവ് ശ്രീ റെജി ലൂക്കോസ്. അതിനെ തുടർന്നാണ് ആ പരാമർശം. രാജിവെച്ച് പോവണ്ടേ ഈ ദേവസ്വം ബോർഡ്? ഇനിയും നാണം കെട്ട് നിൽക്കണോ? ഇനിയും അവർക്ക് സമയം നീട്ടിക്കൊടുക്കണോ? പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും. എന്നെ ഒരു സെൻസറും പറയാൻ പൂർത്തീകരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനെ അനുകൂലിച്ച്, ഈ കൊള്ളയ്ക്ക് അനുകൂലിച്ച് ഒരു ആളെ പോലും, ഇനി ഇത് ആരാണെങ്കിൽ പോലും നമ്മൾ അനുകൂലിച്ച് സംസാരിക്കാത്ത ഒരു വ്യക്തി ഞാൻ. എനിക്കതിന് യാതൊരു സംശയമില്ല. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി, ഉടായിപ്പല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രശാന്ത് എന്ന് പറഞ്ഞ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശാന്ത് ശിക്ഷിക്കപ്പെടണം. അതിന് യാതൊരു തർക്കവും, നിസ്തർക്കം. പാർട്ടിയൊന്നും പ്രശാന്തിനെ ചോക്കത്തില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. ഇവിടെ KM മാണി ഉത്തരവിൽ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയാവണം എന്ന് പേര് പോലും എടുത്തു പറഞ്ഞില്ല. പരോക്ഷമായി പറഞ്ഞപ്പോഴേക്കും മാണിയുടെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങി മാണിയുടെ രാജി പിടിച്ചു വാങ്ങിച്ചു. ഒരു പരോക്ഷ പരാമർശമായിരുന്നു. ഇവിടെ നേർക്കുനേർ പറയുകയാണ് ഈ ദേവസ്വം ബോർഡ് കള്ളന് കഞ്ഞിവെച്ച കൂട്ടരാണെന്ന് സംശയിക്കണം എന്ന് കോടതി പറയുകയാണ്. രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെടണ്ടേ? ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. ലക്ഷ്മി പറയണ്ടേ? ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് ഞാനും വായിച്ചു, നമ്മളെല്ലാരും വായിച്ചതാ.
അതിൽ പ്രകാരമുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നു. ദയവായിട്ട് നിങ്ങൾ 2 ആഴ്ചയോടെ കാത്തിരിക്കേ. ഈ പ്രശാന്തിലേക്ക് നീളുവോ ഇല്ലയോ എന്നുള്ളവർ ആ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കട്ടെ. അവർക്ക് തെളിവ് കിട്ടിയെങ്കിൽ കോടതി പറയുന്നത് ജയശങ്കർ സാർ പറഞ്ഞല്ലോ, നല്ലൊരു തുടക്കമാണത്. അന്വേഷണം നടക്കട്ടെ. അതാരുടെ കോടതി അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരു പരാമർശം കോടതിയുടെ ഇതിലില്ല. ഉണ്ട്. ആശ്മിക്കുന്നു കാണിക്കാവോ? ഉണ്ട്. ഞങ്ങളെ ഒരു മണ്ടന്മാരാക്കരുത്. ഞങ്ങളും കഞ്ഞിയുടെ വെള്ളം കുടിച്ചാൽ കഴിയും. പ്രശാന്തിനെ പിൻപോയിന്റ് ഒരു ഉത്തരവ് കോടതി പറഞ്ഞോട് അതല്ലേ വായിച്ചേ? ഒരിക്കലുമില്ല. അതല്ലേ വായിച്ചേ? ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. പ്രതിപക്ഷം സംസാരിക്കുന്നവരെ ആശ്മി സംസാരിക്കാതെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ നിലപാടുകൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. എനിക്ക് പ്രശാന്തിനെ രക്ഷപ്പെടുത്താനുള്ള യാതൊരു ബാധ്യത എനിക്കില്ല. എന്നെ സംശയിക്കരുത്. പ്രശാന്ത് എന്നുള്ള വ്യക്തി ഒന്നും എനിക്ക് ഒരു പരിചയം പോലും ഇല്ല. അയാൾ കോൺഗ്രസിൽ നിന്ന് വന്നു. അയാൾ കോൺഗ്രസിൽ നിന്ന് വന്നു, ഞങ്ങളുടെ പാർട്ടിയിൽ വന്നു. സ്വാഭാവികമായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് ആ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആര് വന്നാലും ഞങ്ങളുടെ പാർട്ടി സ്വീകരിക്കും. അത് എല്ലാ പാർട്ടിയും എങ്ങനെയാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അയാൾക്ക് ഒരു സ്ഥാനം കൊടുത്തു. അയാൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷയ്ക്ക് വിധേയനാകും. ഒരു സംശയമല്ല. കാര്യം പാർട്ടിയൊന്നും അയാളെ താങ്ങത്തൊന്നുമില്ല. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കും. ഇവിടെ കോടതി തന്നെ നേർക്കുന്ന സംശയം ഉന്നയിക്കുമ്പോഴേക്കും മര്യാദ ഉണ്ടെങ്കിൽ രാജിവെച്ച് പോവുകയാണ് ചെയ്യേണ്ടത്. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അതല്ലാതെ കോടതിയിലേക്ക് ഞാൻ കുറ്റം എന്താ 2019 പോയ ഈ ഉത്തരവ്, ഈ സ്വർണ്ണം എവിടെ പോയെന്ന് ഉത്തരവ് ഇപ്പോഴും ഇല്ല. 2019 ഉടായ്പ കാണിച്ച് ഈ പോറ്റിക്ക് വേണ്ടി എന്തിന് പരവതാനി വിരിച്ചു എന്നതിന് ഇപ്പോഴും കൃത്യമായ ഉത്തരവില്ല ബബബ അല്ലാതെ. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, ഉത്തരവില്ലാതെ അവിടെ ഇനിയും തുടരണോ എന്ന് ആലോചിക്കട്ടെ. അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഡാമേജ് എത്രത്തോളമാണെന്ന് നിങ്ങളൊക്കെ ആലോചിക്കൂ. ശ്രീ റജി ലൂക്കോ, പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ പറയൂ. ആശ്മി അങ്ങനെ പറയാതെ എനിക്ക് ഒരു സെന്റൻസോട് പറയണം. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പോറ്റി എന്ന് പറയുന്ന ആള് സംശയമുള്ളതുകൊണ്ടാണ് അന്നത്തെ ഇപ്പോഴത്തെ ബോർഡിന്റെ പ്രസിഡന്റ് PS പ്രശാന്ത് അയാളെ കൊടുത്തുവിടാൻ പറ്റത്തില്ല എന്നും ചുമ്മാ ഉദ്യോഗസ്ഥന്മാരെ തന്നെ കൊടുത്തുവിടണമെന്നും അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് നേരിട്ട് ചെന്നൈയിൽ കൊണ്ട് ആ സ്ഥാപനത്തിൽ കൊണ്ട് ഇത് വെള്ളം പൂശുകയും സ്വർണം പൂശുകയും ഹൈക്കോടതി ഇടപെട്ടപ്പോൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് ഇവിടെയാണെന്നും അല്ല നിങ്ങളോട് ഞാൻ പറയുന്നത് ദയവായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ. നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് ഇപ്പൊ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം സംഭവിച്ചു. പക്ഷെ നിങ്ങൾ തെളിവുകൾ നിർത്തേ. അതിന് ഉദ്യോഗസ്ഥന്മാരുടെ പ്രശാന്ത് രാജിവെച്ച അഴിമതിയുടെ ഇപ്പൊ ശരി അന്ന് വിളിച്ച മുദ്രാവാക്യമൊക്കെ ഒറ്റ മിനിറ്റ് അന്ന് വിളിച്ച മുദ്രാവാക്യമൊക്കെ മറന്ന് അന്ന് വിളിച്ച മുദ്രാവാക്യം വിഴുങ്ങി മാണി LDF സ്വാഗതം ചോദിച്ചാൽ അത് മറ്റൊരു കാര്യം. പക്ഷെ ആ സമരം ഇപ്പോഴും ചരിത്രത്തിൽ അവിടെ നിൽക്കുകയാണല്ലോ. സീസന്റെ ഭാര്യ സംശയത്തിന് അതീതമാണെന്ന കമാൽ പാഷയുടെ ഉത്തരവിലെ പരാമർശമൊക്കെ മാണിയുടെ രാജി ആവശ്യപ്പെട്ടു. അതിലപ്പുറമുണ്ട്. ഇത് അതിലപ്പുറം നേർക്കുന്ന സംശയത്തിന് നിർത്തുമ്പോഴേക്കും രാജിവെക്കണമെന്ന് പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ പറഞ്ഞ പോലെ ഇതൊരു കണ്ടിന്യൂയിങ് കോൺസ്പിറസി ആണെന്ന് നമുക്കറിയാം. പെട്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ എന്താ ഇൻ ഇഫക്ട് സംഭവിച്ചത്? ഗോൾഡ് ക്ലാഡിംഗ് മാറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കാൻ തീരുമാനിച്ചു. കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഗോൾഡ് ക്ലാഡിങ്ങിന് 1.5 കിലോഗ്രാം സ്വർണം, ഗോൾഡ് പ്ലേറ്റിംഗിന് 361 ഗ്രാം സ്വർണം. ഞാനെന്ത് പറയാനാ, കരികാല വൈഭവം. ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും അടിച്ചു മാറ്റാനും വിജയമല്യ തന്ന 30.3 കിലോഗ്രാം ഇനെ ഗോൾഡ് പ്ലേറ്റ് ആക്കി ബാക്കി സ്വർണം അടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ഇതിന്റെ ഡിവൈൻ വാല്യൂ കൂടെ കണക്കിലെടുത്ത് ശതകോടികൾക്ക് അല്ലെങ്കിൽ 100 കണക്കിന് കോടികൾക്ക് മറിച്ച് വിൽക്കാനോ ആണ് ഇവര് തീരുമാനിച്ചത്. ഉത്തരവാദിത്തം ആർക്കാ? ഉണ്ണികൃഷ്ണൻ വെറും പ്യൂണാണ്. ഇയാളെ പോറ്റിന്ന് വിളിക്കുന്നതിന് എനിക്ക് വിഷമമാണ്. ഉണ്ണികൃഷ്ണൻ വെറും പ്യൂണാണ്. മുരാരി ബാബു വെറും കൈയാണ്. തല ആരാണ്? തല എന്ന് പറയുന്ന പോളിസി ഡിസിഷൻ ചെയ്യുന്നത് ദേവസ്വം ബോർഡും അനുബന്ധ സ്ഥാപനം അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരല്ലേ. അതിനെ ഇപ്പൊ മുരാരി ബാബു പറഞ്ഞ കോൺഫിഡൻസ് കണ്ടില്ലേ? അതിനെ ചെമ്പ് കണ്ടു എന്ന്. ഗോൾഡ് ക്ലാഡഡ് സാധനത്തിൽ മുരാരി ബാബു എങ്ങനെയാ ചെമ്പ് കാണുന്നത്? മുരാരി ബാബു അടക്കം ഇത്രയും കോൺഫിഡന്റ് ആയി കള്ളം പറയുന്നത് തന്നെ പിന്നിൽ നിൽക്കുന്ന ദേവസ്വത്തിന്റെ ആൾക്കാർ അവരെ രക്ഷിക്കുമെന്ന് പറയുന്നത്.
ചമ്പൽ കൊള്ളക്കാരെ പോലും നാണിപ്പിക്കുന്ന ഉളുപ്പില്ലാത്ത ദേവസ്വം മാഫിയ. അയ്യപ്പന്റെ സ്വർണം കട്ടു, വൈക്കത്തുനിന്ന് സ്വർണം കട്ടു, എത്രയോ അമ്പലങ്ങളിൽ ഇന്നിങ്ങനെ കട്ടുക. രാഘവൻ പറഞ്ഞത് വാസ്തവം. ഇവരെ അറസ്റ്റ് ചെയ്യാതെ അറസ്റ്റ് ചെയ്യണ്ടേ? ഇനി രണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരിയും ഒക്കെ വളരെ ചെറിയ മീനുകളല്ലേ? ഇവരുടെ പുറകിൽ നിൽക്കുന്ന പോളിസി ഡിസിഷൻ മേക്കേഴ്സ് അല്ലേ? അവൻ പറഞ്ഞ നേരാ. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹാഷ്മിയുടെ വീട്ടിൽ നിന്ന് 10 പവൻ എടുത്തോണ്ട് പോയി, എന്റെ വീട്ടിൽ നിന്ന് 10 പവൻ പണിക്ക് എടുത്തോണ്ട് പോയി. 39 ദിവസം കഴിഞ്ഞിട്ടും പണിക്കാരന്റെ വീട്ടിൽ എത്തിയില്ല. ഹാഷ്മി വിളിച്ചു ചോദിക്കൂലേ? എന്താ ദേവസ്വം ബോർഡ് വിളിച്ചു ചോദിക്കാത്തത്? കാര്യം ദേവസ്വം ബോർഡിന് അറിയാം അവിടെ എത്തൂല. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. ദേവസ്വം ബോർഡിന് ആ പറയുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കി കമ്മീഷൻ ഒന്ന്, രണ്ടാമതൊരു വ്യാജപാളി നിർമ്മിക്കണം. അതിന് തന്നാരും വിളിച്ചില്ല. എനിക്ക് പറയുന്നതിൽ മനസ്സ് നുറുങ്ങുന്ന വേദനയുണ്ട്. ശബരിമലയിൽ ഇപ്പൊ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണ്. നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.